നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അശ്വിൻ സാറ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പറഞ്ഞു. രാജു, താഴെ എന്താ ഒരു ശബ്ദം? മാഡം, എന്തു പറ്റി? എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന്? എന്റെ എല്ലാ പിറന്നാളും എനിക്ക് ഇതുപോലെ ഗ്രീൻ ടീ കാർഡ് അയക്കുന്ന ഒരാളുണ്ട്. അതാരാണെന്ന് എനിക്കറിയില്ല. ചില പിറന്നാളുകൾക്കൊക്കെ എനിക്ക് വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഗ്രീറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണയും ഞാൻ അവരെ പ്രതീക്ഷിച്ചു. സാരി വാങ്ങാൻ വന്ന സ്ത്രീകൾക്കിടയിൽ അവരുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ആ സാരി കാണുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. എന്റെ കയ്യിൽ നിന്നും സാരിയും വാങ്ങി ഈ കാർഡ് അവിടെ വെച്ചിട്ട് ആ സ്ത്രീ പോയി കളഞ്ഞു. മുഖം സാരി കൊണ്ട് മറച്ചിരുന്നു. ആരാണെന്ന് കാണാൻ സാധിച്ചില്ല. വിളിച്ചിട്ട് നിൽക്കണ്ടേ? അതാരാണ് ആ സ്ത്രീ? അവരെന്തിനാ എല്ലാ പിറന്നാളിനും മുടങ്ങാതെ മാഡത്തിന് കാർഡ് തരുന്നത്? അതല്ലേ എനിക്കും അറിയേണ്ടത്. കാർഡ് മുടങ്ങാതെ തരുന്ന ആളിന് എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ എന്താ? എന്നോട് മാഡം ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സ്ത്രീയെ കണ്ടുപിടിച്ച് തരില്ലായിരുന്നോ? എന്ത് പറയാനാ, എനിക്ക് ആ ബുദ്ധി തോന്നിയില്ല. ഇനി ആ സ്ത്രീയെ കാണണമെങ്കിൽ അടുത്ത ബർത്ത്ഡേ വരെ കാത്തിരിക്കണം. ശരി, വാ നമുക്ക് പോവാം. അടുത്ത ബർത്ത്ഡേക്ക് ആരായാലും അത് ഞാൻ കണ്ടുപിടിച്ചു തരാം. മാഡം വാ. വാ മാഡം. നമ്മുടെ ഈ ചെറിയ അടവുകൾ കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാവന് നിശ്ചയം വേണ്ടെന്ന് വെക്കുന്നുള്ള എന്റെ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു നീക്കം പിഴച്ചു പോയെന്ന് വെച്ച് നീ വെറുതെ നിരാശനാവണ്ട. എനിക്ക് തോന്നിയ മറ്റൊരു ബുദ്ധി അത് അങ്കത്തട്ടിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ആ അസ്ത്രം പ്രതാപന്റെ നെഞ്ചി തന്നെ കൊള്ളും. നീ കണ്ടോ? ഇത്തവണ കുറിക്കേറ് കൃത്യമായിരിക്കും. അല്ല, ഇതുവരെ അശ്വിനെ കണ്ടില്ലല്ലോ. ആള് ലേറ്റ് ആവില്ലല്ലോ. ഏയ്, ടൈമിങ്ങിന്റെ കാര്യത്തിൽ അശ്വിൻ ആള് മിസ്റ്റർ പെർഫെക്റ്റാ. ഉടനെ തന്നെ കക്ഷി എയർപോർട്ടിൽ ലാൻഡ് ആവും. ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നേരെ ഇവിടെ എത്തും. ഗുഡ്. അവിടെയാ. ഏയ്, നിങ്ങൾക്ക് വന്നേ. വരൂ. നമസ്കാരം. സ്ത്രീകളെ, തനിക്കൊരു പരിചയമില്ലല്ലോ. ഇല്ലടോ. ഇതാണ് നമ്മുടെ രാജുവിന്റെ ഫാമിലി. ആ, ഇത് വേണു, രാജുവിന്റെ അച്ഛൻ. നമസ്കാരം സാർ. നമസ്കാരം. ഇത് രാധമ്മ, രാജുവിന്റെ അമ്മ. ഇവരൊക്കെ രാജുവിന്റെ സഹോദരിമാരാണ്. രാജുവിന്റെ ഇളയ സഹോദരി ശ്രീലക്ഷ്മി ഹൃതിയുടെ ഒപ്പം പഠിച്ചേ. പഠനത്തിന്റെ കാര്യത്തിൽ സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാ. കോളേജ് ടോപ്പറാ. ആ, ശരിയാ. പറഞ്ഞേ, ഒരു കോൾ ചെയ്യാൻ. ചേട്ടാ, എന്റെ കുടുംബത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും മാത്രം ആഗ്രഹിക്കുന്ന
സ്നേഹനിധികളായ എന്റെ രാജുവിന്റെ കുടുംബത്തിന് എന്റെ ചെറിയൊരു സ്നേഹോപഹാരം ദാ വാങ്ങിച്ചോളൂ. എന്റെ രാജുവിന്റെ അച്ഛൻ എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ താങ്കളുടെ സ്ഥാനം വളരെ ഉയരത്തിലാ. രാജുവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ എനിക്ക് ലഭിച്ച സഹോദരിക്ക് ദാ വാങ്ങിച്ചോളൂ. പഠനത്തിന്റെ വിഷയത്തിൽ എന്റെ മകൾ അല്പം പിന്നോക്കം വാങ്ങി എന്റെ മനസ്സിനെ വിഷമിപ്പിച്ചപ്പോ കോളേജ് ടോപ്പറായി എന്റെ അഭിമാനം ഉയർത്തിയ ശ്രീലക്ഷ്മി കുട്ടിക്ക് അപ്പോ സമ്മാനങ്ങളും തരാൻ എനിക്ക് കഴിഞ്ഞില്ല. ദാ, ഇത് വാങ്ങിച്ചോളൂ. വാങ്ങിക്കുമോളെ. ഗോഡ് ബ്ലെസ് യു. പ്രിയ, ദാ. ആ, മോളെ ദാ. ഐഷു പഠിക്കാൻ പിടിക്കല്ലേ? മോളെ അങ്കിള് പഠിപ്പിച്ച് വലിയ ആളാക്കും കേട്ടോ. വലുതാവുമ്പോ എന്താവാനാ മോൾക്ക് ആഗ്രഹം? എനിക്ക് വിമാനം ഓടിക്കുന്ന പൈലറ്റ് ആവണം. മിടുക്കി. അങ്കിൾ ആ കവറിൽ ഒരുപാട് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കും കൊടുക്കണ്ട, എല്ലാം ഐശ്വര്യങ്ങൾക്കുള്ളതാ. താങ്ക്സ് അങ്കിൾ. എങ്കിൽ നിങ്ങൾ അങ്ങോട്ടിരിക്കെ. ശേഖര ചേട്ടാ. എയർപോർട്ടിലേക്ക് കാർ അയച്ചോ? ഹായ് ചേട്ടാ. റിസീവ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാണ് ഏട്ടാ. നമസ്കാരം. നമസ്കാരം. വരൂ ടീച്ചർ. അതെ അതെ. ചേച്ചി, ഇവര് ചേച്ചി കാണാൻ വന്നവരാ. ഹാപ്പി ബർത്ത്ഡേ ഋതിക മാഡം. താങ്ക് യു. ഞങ്ങള് കലാസാഗര നൃത്തവേദിയിൽ നിന്ന് വരിക. എന്റെ പേര് സുഭദ്ര. ഞാനിവരുടെ നൃത്താധ്യാപികയാണ്. ഋതിക മാഡത്തിന്റെ പിറന്നാൾ ദിവസമായ ഇന്ന് ഇവിടെ വെച്ച് മാഡത്തിനായി ഒരു നൃത്തം അവതരിപ്പിക്കണമെന്ന് കുട്ടികളൊരാഗ്രഹം പറഞ്ഞു. മാഡത്തിന് സമ്മതമാണെങ്കിൽ. വേണ്ട, അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറ ഋതുമോളെ. അല്ലമ്മായി, എനിക്ക് വേണ്ടി ഇവിടെ വരെ വന്ന് ഒരാഗ്രഹം പറയുമ്പോ മാഡം ഞങ്ങൾക്കൊരു 5 മിനിറ്റ് സമയം തന്നാ മതി. ഇവിടുത്തെ പിറന്നാളാഘോഷത്തിന്റെ തിരക്കൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതിനിടയിൽ ഒരു 5 മിനിറ്റ്. പോട്ടെ അമ്മേ, 5 മിനിറ്റ് അല്ലേ? പാവങ്ങൾ ആഗ്രഹിച്ചു വന്നതല്ലേ, നിരാശപ്പെടുത്തണ്ട. കല്യാണത്തിന് അറേഞ്ച്മെന്റ്സും ഇവർക്ക് തന്നെ കൊടുത്താൽ അതാ ഞാൻ ശരി. പറഞ്ഞത്. നമുക്കതങ്ങനെ ചെയ്യാം. സാറേ, അശ്വിൻ സാറ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു എന്ന് പറഞ്ഞു. ആ. രാജു, താഴെ എന്താ ഒരു ശബ്ദം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.